لو ناسبت قدره آياته عظما أحيا اسم محمد صلى الله عليه وسلم حين يدعى دارس الرمم. മുഹമ്മദ് എന്ന പേരിന് മരിച്ചവരെ ഹയാത്താക്കാനുള്ള കഴിവുണ്ട്. തന്നെ പറയും പോലെ പറഞ്ഞാൽ നടക്കും. ഈ പെണ്ണ് വിളിക്കുന്ന വിളി എന്താണ്? ഇബ്നെ മുഹമ്മദ്. ഒരൊറ്റ വിളി അങ്ങോട്ട് വിളിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. കയ്യും പിടിച്ചിട്ട് ആ ഉമ്മ വീട്ടിലേക്ക് അങ്ങ് നടന്നു. സുബ്ഹാനല്ലാഹ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുയുടെ ഉസ്താദ് ജുനൈദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുകയാണ്. ക്യാ ഹേ, എന്താ പരിപാടി, എന്താ മരിച്ച കുട്ടീനെ വിളിച്ചോണ്ട് അങ്ങനെ കൊണ്ടുപോയി ആ പെണ്ണ്? എന്തൊരു അത്ഭുതാണ്. ആ നേരത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്താദ് സമ്മതം തരാണെങ്കിൽ അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾക്ക് ആ കാരണം ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുക. എന്താ പറഞ്ഞെന്നറിയോ? കാര്യമായുള്ള സംഗതി എന്താ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരാ. ലൗ നാസബത് ഖദ്റഹു ആയാതുഹു ഇളമാ അഹയ ഇസ്മു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യുദ്ആ ദാരിസർ റിമമി. മുഹമ്മദ് എന്ന പേരിന് മരിച്ചവരെ ഹയാത്താക്കാനുള്ള കഴിവുണ്ട്. തന്നെ പറയും പോലെ പറഞ്ഞാൽ നടക്കും. അതിനാദ്യം നമ്മളാകണം, എന്നാ ഒക്കെ നടക്കും. നമ്മളെ പോരായ്മ തന്നെയാണ് ഈ സംഭവിക്കുന്നത് മുഴുവനും. പല മുസീബത്തും വന്നില്ലേ? ഈ മുസീബത്ത് നമുക്ക് ഓരോ വ്യക്തികൾക്ക് മുസീബത്ത് പിന്നാലെ കൂടണില്ലേ? ടെൻഷനാണില്ലേ? സഹിക്കാൻ കഴിയണില്ലല്ലേ? സഹിക്കാൻ കഴിയാത്തത് നമ്മളെ ഈമാൻ കുറവാണ്, അത്രേ പറയാൻ പറ്റൂ. കാരണം നമ്മൾ വരുത്തി തീർത്തതാണ്. അന്ന് പലിശക്ക് പൈസ വാങ്ങിയതിന് ശേഷം തുടങ്ങിയതല്ലേ വീട്ടിലെ പ്രശ്നങ്ങള്? അന്ന് വ്യഭിചാരിച്ചത് അന്ന് മുതൽ തുടങ്ങിയതല്ലേ ടെൻഷനുകള്? അന്ന് കള്ളു കുടിച്ച അന്ന് തുടങ്ങിയതല്ലേ ഈ പ്രശ്നങ്ങള്? അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, ശരിക്കും ചിന്തിച്ചു നോക്കി. ധന്യരായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷേഖ്, ആ ഷേഖിന്റെ അവിടുത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ഓത്തുപള്ളിയിൽ നിന്നും ഒരു കുട്ടിയെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ച്, വീട്ടിലേക്കല്ല, ആ കുട്ടി എന്തോ ഒരു വസ്തു വാങ്ങിക്കാനോ എന്തോ ഒരു ആവശ്യത്തിന് പറഞ്ഞയച്ച് കുട്ടി തിരിച്ചു വന്നില്ല. ഇത് നോവലല്ല, ഇത് കെട്ടുകഥയല്ല. കുട്ടി തിരിച്ചു വരുന്നില്ല. നോക്കുമ്പോ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഉമ്മയോട് എങ്ങനെയാണ് പറയുക? അങ്ങനെ കുട്ടിന്റെ ഉമ്മനോട് വിഷയം പറയാ? വല്ലാത്തൊരു വിഷമാണല്ലോ അത്. മക്കളും മരിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരും മക്കൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മക്കൾ മാത്രമല്ല, ഭാര്യക്കും ദീർഘായുസ്സും ആഫിയത്തും വേണം. എല്ലാ കുട്ടികളൊക്കെ അത് എടുക്കാണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഭാര്യമാർക്കും മക്കൾക്കും ഭർത്താക്കന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവർ വലിയുള്ളാഹിയാണല്ലോ, ഓരോ ഷേഖാണ്. സുബ്ഹാനല്ലാഹ്. ആ ഷേഖിന്റെ കാലത്തുള്ള ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് ഈ കുട്ടി പോകുന്നത്. ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് ഈ പെണ്ണിനോട് സമാധാനം പറയും, സമാധാനിപ്പിക്കാൻ പോകണം. ഉസ്താദ് ഒരാളെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആളെയും കൂട്ടിയിട്ട് പോയി. എവിടൊക്കെ പോയി? ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പെണ്ണിനോട് പറയുന്നത് എന്താ? മരിച്ചാൽ, കുട്ടികൾ മരിച്ചാൽ ആഖിറത്തിൽ വലിയ വിജയമാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ കുട്ടികൾ വരും, ഇതെല്ലാം പറഞ്ഞിട്ട് ക്ഷമിച്ചാൽ സ്വർഗമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ക്ഷമിക്കുന്ന വിഷയങ്ങളും അതിനുള്ള വലിയ പ്രതിഫലങ്ങളും ഇതെല്ലാം പറഞ്ഞു ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോ ഈ പെണ്ണ് ചോദിക്കുകയാണ്, എന്താണ് ഉസ്താദേ നിങ്ങൾ എന്നോട് ഇങ്ങനെ സമാധാനിക്കുന്ന വാക്കുകൾ പറയുന്നത്? എന്താ ഇതിന്റെ കാര്യമെന്ന് മനസ്സിലായില്ലല്ലോ. ആ നേരത്ത് വന്യരായ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ കുട്ടി മകനാണോ മകളാണോ അല്ലാഹു ആലം, നിങ്ങളുടെ മകനാണ്. നിങ്ങളുടെ മകൻ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകൻ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട്. ഇത് കേട്ട പാടാ പെണ്ണ് പറഞ്ഞ മറുപടി എന്താണെന്നോ? എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണേ. ആ പറഞ്ഞ വാക്ക് എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ റബ്ബ് എന്നോടത് ചെയ്യൂല, എന്റെ റബ്ബ് എന്നോടത് ചെയ്യൂല എന്ന് കുട്ടി മരിച്ചെന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെയുണ്ട്.
അല്ല, വഫാത്തായിട്ടുണ്ട്, വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട്. എന്റെ റബ്ബ് എന്നോട് അങ്ങനെ ചെയ്യൂല എന്നും പറഞ്ഞിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് ആ പെണ്ണ് ഇറങ്ങി. അങ്ങനെ ഉസ്താദുമാരും ഉണ്ട്. അങ്ങനെ പുഴവക്കൽ അല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് ഈ പെണ്ണ് വിളിക്കുന്ന വിളി എന്താണ്? ഇബ്നേ മുഹമ്മദ്. ഒരൊറ്റ വിളി അങ്ങോട്ട് വിളിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. കയ്യും പിടിച്ചിട്ട് ആ ഉമ്മ വീട്ടിലേക്ക് അങ്ങ് നടന്നു. സുബ്ഹാനല്ലാഹ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഉസ്താദ് ജുനൈദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുകയാണ്. ക്യാ ഹേ, എന്താ അത് പരിപാടി? എന്താ അത്? മരിച്ച കുട്ടീനെ വിളിച്ചോണ്ട് അങ്ങനെ കൊണ്ടുപോയി ആ പെണ്ണ്. എന്തൊരു അത്ഭുതാണ്. ആ നേരത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്താദ് സമ്മതം തരാണെങ്കിൽ അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾക്ക് ആ കാരണം ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുക. എന്താ പറഞ്ഞെന്നറിയോ? ആ സഹോദരി അല്ലാഹു തആല കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന പെണ്ണാണ്. അല്ലാഹു തആല വിരോധിച്ചത് മുഴുവനും വർജിക്കുന്ന പെണ്ണാണ്. അങ്ങനത്തെ ആ പെണ്ണാകുമ്പോഴും ആണാകുമ്പോഴും മുസീബത്ത് വരുമ്പോ മുന്നറിയിപ്പ് ഉണ്ടാകും. മുസീബത്ത് ഉണ്ടാവുക ചെയ്യും, പക്ഷേ മുന്നറിയിപ്പ് കിട്ടും. അങ്ങനെ സംഭവം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരു ടെൻഷനും അവർക്ക് ഉണ്ടാകൂല. ആ മുന്നറിയിപ്പ് ആ പെണ്ണിന് കിട്ടിയിട്ടില്ല. എങ്ങനെയുണ്ട്? നമ്മൾക്ക് വരുന്ന കാരണം നമ്മൾ മനസ്സിലായില്ലേ? നമ്മൾ എത്ര തെറ്റാ ചെയ്തത്. അല്ലാഹു തആല ആയതുകൊണ്ടാണ് നമ്മളെ കണ്ണൊക്കെ മുഖത്തുള്ളത്. അല്ലാഹ് ആയതുകൊണ്ടാണ് നമ്മളെ ചെവി ഇപ്പോഴും ഇവിടെ ശബ്ദം കേൾക്കുന്നത്. അല്ലാഹു തആല തന്നതായതുകൊണ്ടാണ് നമ്മളെ നാവ് നിലക്കുന്നത് അല്ലേ? എത്രയാണ് നമ്മൾ ഗീബത്ത് പറഞ്ഞത്. എന്നിട്ട് നമ്മളെ നാവ് ഇപ്പോഴും ഇല്ലേ? ഇപ്പോഴും വർത്താനം പറയാൻ കഴിയില്ലേ? കണ്ണുകൊണ്ട് ഹറാമ അല്ലാത്ത കാണല്ലോ എന്ന് ചോദിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ഹറാം എന്തോരാ ഹറാമ് കാണുന്നത്. പുറത്തിറങ്ങിയാൽ മുഴുവൻ ഹറാം ഇങ്ങനെ കാണും. എവിടേക്ക് നോക്കിയാലും. മുമ്പ് കുറെ പ്രകടനത്തിന് പോകുമ്പോ SSFന്റെ പഴയ കാലത്തെ പ്രകടനല്ലേ, എന്ന് പറഞ്ഞ മാതിരി എങ്ങോട്ട് നോക്കിയാലും SSF എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങോട്ട് നോക്കിയാലും എന്ന് പറഞ്ഞ പോലെ ഒക്കെ ഒരു ജാതി കഥയാണ്. എന്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരുമാതിരി ഐറ്റംസിൽ ഇങ്ങനെ അത് ഫോട്ടോ ആയിട്ടും അല്ലാത്തായിട്ടും ഒക്കെ ഉണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. മ്യൂസിക് ഉള്ള പാട്ടുകളാണ് ഇഷ്ടം പോലെ കേൾക്കാനുള്ളത്. അത് ഹറാമാണ്. അപ്പൊ കേട്ടിട്ട് അല്ലാഹു തആല നമ്മളെ ചെവിപ്പോഴും കേൾക്കാനുള്ള തൗഫീഖ് തരുന്നില്ലേ? അല്ലാഹു തആല ആയിട്ട് തന്നെയാണ് അല്ലേ? അല്ലാഹു തആല അല്ലാത്ത വേറെ വാപ്പ തന്ന കണ്ണാണെങ്കിൽ ആ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. ബാപ്പ തന്ന വല്ലിപ്പ തന്ന ചെവിയാണെങ്കിൽ നമുക്ക് ചെവി കണ്ടറിഞ്ഞുണ്ടാവും അല്ലേ? നമ്മളൊരാൾക്ക് നാവ് കൊടുത്തിട്ട് പറഞ്ഞു ഈ കുറ്റം പറയത്തിട്ട് ആരെയും ആയിക്കോട്ടെ അറിഞ്ഞു, പിറ്റേന്ന് കുറ്റം പറഞ്ഞു. നമ്മളറിഞ്ഞു നമ്മളെന്താ പറയാനോട്, എടാ എന്നോട് ഞാൻ പറഞ്ഞില്ലേ കുറ്റം പറയരുതെന്ന്. നാളെ പറഞ്ഞാൽ എന്നെ ഞാൻ ശരിയാക്കി തരാം. പിറ്റേന്നും ഇവൻ കുറ്റം പറഞ്ഞു. എന്റെ നാവ് കണ്ട് കട്ടി അറിഞ്ഞ് മുറിച്ചാണ്ടുണ്ടോ. പക്ഷെ അല്ലാഹു തആല എപ്പോഴും കാരുണ്യവാനായതുകൊണ്ട് നമുക്ക് നാവുണ്ട്, കണ്ണുണ്ട്, ചെവിയൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാം ഖൈറിലാക്കി തരട്ടെ. അപ്പൊ നമ്മളെ വിഷയം എന്തായിരുന്നു? ആ പെണ്ണ് പറഞ്ഞെന്താ? അല്ലാഹു തആല കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി, വിരോധിച്ചത് വെടിഞ്ഞ്. അപ്പൊ അല്ലാഹു തആലന്റെ അമ്മ ഔലിയാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായാൽ എന്താണ്? പിന്നെ ഒരു പ്രശ്നമില്ല. എന്ത് മുസീബത്ത് വന്നാലും സഹിക്കാൻ കഴിയും. ആദ്യം മുന്നറിയിപ്പ് കിട്ടും. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല മനസ്സ് തരട്ടെ. ക്ഷമിക്കാനുള്ള കഴിവിന്റെ മുന്നേ ആദ്യം എന്താ വേണ്ടി? മുസീബത്ത് ഇല്ലാതാക്കണം. അതാ നല്ലത്. നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ ക്ഷമിക്കുന്നുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ പറയുള്ളൂ. പറച്ചിൽ ഭയങ്കര സംഭവമാണ്. ഓ ഞാൻ ക്ഷമിക്കാട്ടോ. എന്ത് ഒരാളെ വീടാണ്ട് പൊളിഞ്ഞാടി, അല്ലെങ്കിൽ വേണ്ട ഒരാളെ കച്ചവടം പൊട്ടി, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഇക്കാമ പോയി. അപ്പൊ പെണ്ണിന് വിവരം അറിഞ്ഞ് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. മരിച്ചിട്ടെന്താ കാര്യം? അല്ല, ജീവിച്ചിട്ട് കാര്യമില്ല. മരിച്ചാൽ ഊർലിങ്ങൾ ഇങ്ങനെ കാത്തിക്കണമാരാ നമ്മളൊക്കെ വർത്താനം. ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ എന്തെങ്കിലും ആകും, ഞാൻ തൂങ്ങി മരിക്കും. മരിച്ചാലേ കാലാകാലം നരകത്ത് കിടക്കേണ്ടി വരും. ആത്മഹത്യ ചെയ്താലും അല്ലാഹു തആല നമുക്ക് കാവല് തരട്ടെ. അതൊക്കെ വലിയ ബേജാറാണ്. അല്ലാ എത്ര ആൾക്കാരാണ് ടെൻഷൻ കയറിയിട്ട് റമദാനിൽ അസറിന് നിസ്കരിച്ച് നിസ്കാരക്കുപ്പായത്തിൽ തൂങ്ങി പെണ്ണ്. പാവ അതിനെ അറിയില്ല. പഠിക്കാൻ മദ്രസ പോയില്ലല്ലോ, അപ്പൊ കോളേജിൽ പഠിച്ചാൽ മതിയല്ലോ. ആയിക്കോട്ടെ, അതൊന്നും ഞാൻ പറയില്ല. കോളേജിൽ പഠിച്ചാൽ മാത്രം പോരാ, ടൂറും പോകണം. ടൂർ പോയാലും പോരാ, രാത്രി 2 മണിക്ക് 3 മണിക്ക് സമയത്ത് എന്താക്കണോ? ഡാൻസ് ഇങ്ങനെ കളിക്കണം ബസ്സിനുള്ളിൽ നിന്ന്. അല്ലാഹു തആല നമ്മളൊക്കെ നല്ല ബുദ്ധി തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അറിയാം ടൂർ പോകുമ്പോ ഞങ്ങളുടെ
എങ്ങോട്ടാ പോണത്, എത്ര ദിവസം കഴിഞ്ഞാ വരിക, ഒക്കെ വാപ്പക്കും ഉമ്മക്കും അറിയാം. എന്നാ എന്താ ഉണ്ടാകുക അതും അറിയാം. ഒരു പ്രശ്നമില്ല. നവർ ആയിക്കോട്ടെ. അല്ലാഹു തആല നല്ല മനസ്സ് നമുക്ക് തരട്ടെ, ഇൽമേറ്റി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം എന്താന്ന് പറഞ്ഞാല്, നമ്മള് നന്നാകാന്ന് ഇങ്ങനെ കേൾക്കും, പക്ഷെ നന്നാകാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഇനി നീട്ടിയൊന്നും പറയുന്നില്ല. ബുറുദന്റെ 3 ഫസൽ ചെല്ലാണ്ട്, നോൺ സ്റ്റോപ്പ് പാട്ട് പാടാണ്ട്, എന്നിട്ട് നാട്ടിൽ എത്താണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല മഴയുണ്ട്. നല്ല മഴ എല്ലാ നാട്ടിലും ഉണ്ട് എന്നാ തോന്നുന്നത്. തിരുവനന്തപുരത്തും കോട്ടയത്തൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. അഭിജിലേവ് കണ്ടിട്ട് ഇപ്പോ വെള്ളപ്പൊക്കാണ്. അവിടെ നല്ലോണം വെള്ളം ഉണ്ടാവില്ലേ. അല്ലാഹു തആല എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. പാവങ്ങളാണ് മനുഷ്യന്മാരൊക്കെ. മുസീബത്ത് വന്നാലേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ടെൻഷൻ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതിരിക്കലാണ് ഖൈർ. ടെൻഷൻ ഉണ്ടാകേണ്ട വിഷയം ഒന്നും വരാതിരിക്കുക, അതിന് നമ്മൾ ദുആർക്കുക. ടെൻഷൻ ഉണ്ടായാല്, ടെൻഷൻ മാറിയാ സമാധാനിപ്പിക്കാൻ വരുന്നവരും ടെൻഷൻ ആക്കല. നാളെ കുറ്റമ്പാറ ഉസ്താദ് പറഞ്ഞ മാതിരി ഒരു പെണ്ണിന്റെ ആരോ മരിച്ചോലെ, മരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാരൊക്കെ വരില്ല സമാധാനിപ്പിക്കാൻ, ബേജാറാകണ്ടോ അങ്ങനൊക്കെ പറയില്ലേ. അതിനു വേണ്ടി വരുന്നാലെ പണിയും താരങ്ങള് വെള്ളത്തിൽ പോയി ഒരു ചങ്ങായി മരിച്ചേ. എന്നിട്ട് ഈ ചങ്ങായി മരിച്ച ഓന്റെ വീട്ടിൽ വന്നിട്ട് ഇവന്റെ അമ്മ, അല്ലെങ്കിൽ ഓന്റെ അമ്മ എന്നെക്കോട്ടെ, എടുങ്ങേറായിട്ട് ഇങ്ങനെ സങ്കടായി കുറച്ചൊക്കെ സങ്കടം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പൊ ഒരു 3-4 പെണ്ണുങ്ങൾ വന്നിട്ട് നോക്കിയാണ്. അപ്പൊ തന്നെ ഈ പെണ്ണിന് സങ്കടായില്ലേ. എന്നിട്ട് പിന്നെ പറഞ്ഞ വാക്കെന്താരങ്ങള്, മീന് മയ്യത്ത് ഇങ്ങനെ കൊത്തി തിന്നണ ഞാൻ അങ്ങനെ കാണുന്നു. അടിയുണ്ട് കൊടുക്കണ. ഈ ജാതി സമാധാനിപ്പിക്കാൻ പോയതാ, ടെൻഷൻ ആക്കാൻ പോവുക. എന്തിനാ പറയാ, അങ്ങനെ ഒന്നും ടെൻഷൻ ആക്കാൻ ആരും പോണ്ട. ടെൻഷനുള്ള സമാധാനിപ്പിക്കാൻ പോയിക്കോളി. ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. ചിലത് പുറത്ത് കാണൂല, ചിലത് പുറത്ത് കാണും. അത്രേ ഉള്ളൂ. ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. കടണ്ടായ നല്ല ടെൻഷൻ ഉണ്ടാകും, രോഗം ഉണ്ടായ ടെൻഷൻ ഉണ്ടാകും ഇല്ലേ, മക്കൾ ചെയ്യാൻ ടെൻഷൻ ഉണ്ടാകും, മക്കൾ കള്ളുടിച്ച ടെൻഷൻ ഉണ്ടാകും ഇല്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് മുസീബത്ത് വന്നാൽ ടെൻഷൻ തന്നെയാണ്. അല്ലാഹു തആല നമ്മളൊക്കെ ടെൻഷൻ ഇല്ലാതെ രക്ഷപ്പെടുത്തി തരട്ടെ, കടങ്ങൾ വീട്ടി തരട്ടെ, സലാമത്ത് തരട്ടെ. ഇന്ന് മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഇത് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അത് ശീലിച്ചാൽ പിന്നെ ചായ കുടിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴും എന്ത് തിന്നുമ്പോഴും നിങ്ങൾക്ക് ഈ സ്വലാത്ത് വരും. പിന്നെ എന്ത് ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അങ്ങനെ വരണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.